നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. നിധി എവിടെ പോയേട്ടത്തി? നീ ഇവിടുന്ന് പോയി കഴിഞ്ഞല്ലേ നിധി പോയത്. നീ ആണെങ്കി ഇപ്പൊ തിരിച്ചു വന്നതേ ഉള്ളൂ. നിധി ഇവിടെ ഇല്ലെന്ന് നീ അപ്പൊ എങ്ങനെ അറിഞ്ഞു? ഏട്ടത്തിക്ക് ചോദിച്ചതിന് ഉത്തരം പറഞ്ഞാ പോരെ, എന്തിനാ അതിനിടയിൽ കയറി ചെകയുന്നത്? ഇവിടുന്ന് പുറത്തു പോയപ്പോ എവിടെ പോകുന്നു എന്ന് പോലും പറയാതെയാണോ അവള് പോകുന്നത്? കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് തന്നെയാ നിധി പോയത്. എവിടേക്ക്? അമ്പലത്തിൽ പോന്നു നിധി പറഞ്ഞത്. ഇന്ന് ഭജന ഉള്ളതുകൊണ്ട് തിരിച്ചു വരാൻ കുറച്ച് വൈകുമെന്നും പറഞ്ഞു. എന്ന് വെച്ചാ വൈകുന്നേരം വരെ അമ്പലത്തിൽ തന്നെ ഇരിക്കുമെന്ന് അല്ലേ? വൈകുന്നേരം വരെ ഇരിക്കോ ഉച്ചയാവുമ്പോ എഴുന്നേറ്റ് വരുമോ എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും നിധി പോയിരിക്കുന്നത് അമ്പലത്തിലേക്ക്, അതെനിക്ക് ഉറപ്പുണ്ട്. എന്തേ? ഒന്നുമില്ല. ഞാനിവിടെ മൊത്തം ആന്റി അന്വേഷിച്ചായിരുന്നു. കാറ് കാണാതെ ഇപ്പൊ മനസ്സിലായി എവിടെ പോയേക്കാണെന്ന്. അത്യാവശ്യമായിട്ട് ഒരിടം വരെ പോയതാ. വഴിക്ക് വെച്ച് ഞാൻ നിധിയെ ഒന്ന് കണ്ടു. എന്നിട്ട് വഴിയിൽ വെച്ച് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാ? പറയാം, നീ വെപ്രാളപ്പെടാതിരിക്കെ. വെറുതെ ഞാൻ അവള് പോയ ഓട്ടോ ഒന്ന് ഫോളോ ചെയ്ത് പോയി. ഓട്ടോ ചെന്ന് നിന്നത് എവിടെയാണെന്നറിയോ? കൊട്ടാരം പോലുള്ളൊരു വീട്ടില്. കൊട്ടാരം പോലുള്ള വീട്ടിലോ? അതാരുടെ വീട്? അതറിയാൻ വേണ്ടി തന്നെയാ ഞാനും കാറ് നിർത്തി ഒന്ന് നോക്കിയത്. അപ്പതേ അടുത്തയാൾ ആ വീട്ടിലേക്ക് വരുന്നു. ഷേടാ, ഇത് ഫുൾ സസ്പെൻസ് ആണല്ലോ. അതാരാ? അത് വേറെ ആരും അല്ല ശിവാനി, നമ്മുടെ ഗൗതമില്ലേ, അവൻ തന്നെ. ഗൗതോ? ഒരാൾ ഓട്ടോയിലും ഒരാൾ കാറിലോട്ട് അവിടേക്ക് വന്ന എന്തിനാ? അത് കറക്റ്റ്. അത് തന്നെയായിരുന്നു എന്റെയും പ്രധാന സംശയം. എന്തായാലും ആ വീട്ടിൽ ആരാണെന്നറിയാൻ ഞാനൊന്ന് അകത്തേക്ക് കയറി ചെന്നു. അപ്പോ അവിടെ ഞാൻ രണ്ടുപേരെ കണ്ടു. ആന്റി വെറുതെ ബിൽഡപ്പ് ചെയ്ത് കളിക്കുക. കണ്ടതാരെന്ന് പറ ആന്റി. എന്റെ പരിചയത്തിലുള്ള ഒരാള് വലിയ ഷോ ഒക്കെ കാണിച്ച് രണ്ടുപേരെ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടു. എന്നിട്ട് അവര് സത്രത്തിലോ അനാഥാലയത്തിലോ ഒക്കെ ആയിന്ന് പറഞ്ഞ് ആർമാദിച്ച് ആഘോഷിച്ചു. ആ രണ്ടുപേര് ഞാൻ ഇപ്പൊ പറഞ്ഞ ആ കൊട്ടാരം പോലെയുള്ള വീട്ടില് രാജകീയ സുഖങ്ങളൊക്കെ ആസ്വദിച്ച് ജീവിക്കുക. അതില് ഒരാളുടെ പേര് നിഖിൽ. മറ്റേത് ചന്ദ്രിക. എന്താ, ഞെട്ടിപ്പോയോ? സത്യം, ഞാൻ ശരിക്കും ഞെട്ടിയേന്റി. എല്ലാം ഏർപ്പാടാക്കി കൊടുത്തിരിക്കുന്നതേ ആ ഗൗതമും നിധിയും ചേർന്ന. ആന്റി പറയുന്ന കേട്ടിട്ട് എന്റെ പെരുവിരലിന് പെരുത്ത് കേറുക. ഇത് അറിഞ്ഞിരുന്നെങ്കിൽ രണ്ടിനെ ഞാൻ ഇറക്കി വിടില്ലായിരുന്നു. അന്യൻ അധ്വാനിച്ചുണ്ടാക്കിയ പണത്തിന്റെ കൊഴുപ്പില് നിധി അവളുടെ അമ്മയും സഹോദരനെയും ആർഭാടത്തിൽ ആറാടിക്കുക. അവള് ചെലവാക്കുന്ന പണത്തിന് എന്റെ വിയർപ്പിന്റെ ഗന്ധം കൂടിയുണ്ട്. ആ ഗൗതമും അവളുടെ കൂട്ടിന് കാവലിരിക്കുന്നല്ലോ എന്ന് ഓർക്കുമ്പോഴാ. ഗൗതം മാത്രമല്ല ആന്റി, പാർവതി ആന്റിയും എല്ലാത്തിനും ചൂട്ട് പിടിച്ചു കൊടുക്ക. പക്ഷേ എന്റെ പ്രധാന സംശയം അതല്ല ശിവാനി. അവള് പോയത് അവളുടെ അമ്മയുടെ അരികിലേക്കായിരുന്നെങ്കിൽ അമ്പലത്തിൽ പോകുന്നുവെന്ന് ഏട്ടത്തിയോട് എന്തിനവള് കള്ളം പറഞ്ഞിട്ട് പോണം? അന്നൊരിക്കൽ അമ്മയെ കാണാൻ പോകുന്നു പറഞ്ഞിട്ട് അമ്പലത്തില് നിർമ്മലയും കൂട്ടി വന്നു. ഇപ്പൊ അമ്പലത്തിൽ പോകുന്നു പറഞ്ഞിട്ട് അവളുടെ അമ്മയുടെ അരികിലേക്ക് പോയി.
ഇതിലെന്തോ ഒരു കണക്ഷൻ ഉണ്ടല്ലോ എന്നൊരു സംശയം. പക്ഷെ ഒരു പിടിയും കിട്ടുന്നില്ല. അതെന്തായാലും കണ്ടുപിടിച്ചേ പറ്റൂ ആന്റി. നമ്മൾ ഓരോ തവണ അവളുടെ തോൽവിക്ക് വേണ്ടി കളവൊരുക്കുമ്പോഴും 100 ഇരട്ടി ശക്തിയിൽ അവള് ജയിച്ചു കേറുകയാ. ആളുകളെ സുഖിപ്പിച്ച് നിർത്താനുള്ള മിടുക്ക് മാത്രമാണ് അവളുടെ വിജയത്തിന്റെ കാരണം. എല്ലാ സപ്പോർട്ടും അവൾക്ക് ചെയ്തു കൊടുക്കുന്നത് പാറു ആന്റിയും ഗൗതവും ചേർന്ന്. അതിനൊരു തട എത്രയും വേഗം ഇട്ടേ പറ്റൂ. ആന്റി ഒന്ന് സമാധാനപ്പെടാ ആന്റി. ഇനി നിധി വിജയിക്കില്ല ആന്റി. കാരണം ഞാൻ ഇനി കളിക്കാൻ പോകുന്നത് പാർവതി ആന്റിയെയും ഗൗതമിനെയും വച്ചായിരിക്കും. ആദ്യം വെട്ടി മാറ്റുന്നത് അവളുടെ ഇരുവശങ്ങളിലുള്ള ആ 2 തണൽ മരങ്ങളെ മാത്രം. അതെ, പറഞ്ഞാ പോരാ, ചെയ്ത് കാണിക്കണം. എന്നാലേ നിന്നെ ഞാൻ അംഗീകരിക്കും. കണ്ടെടുത്തോളം നിന്റെ കഴിവുകള് നിധിക്ക് താഴെ മാത്രമാ ശിവാനി. അകത്തൊന്നും ആന്റിയെ കാണാതായപ്പോ ഞാൻ കരുതി നമ്മളിവിടെ കുടിയേറിയ ദേഷ്യത്തിന് ആന്റി വീട് വിട്ട് ഇറങ്ങിപ്പോയെന്ന്. പോടാ അവിടുന്ന്, വെറുതെ ഓരോന്ന് പറഞ്ഞോണ്ട് വരും. അല്ല, വലിയ ആലോചനയിലായിരുന്നല്ലോ. എന്താ ആന്റി ആലോചിച്ചേ? അതൊക്കെയുണ്ട്, പറയില്ല. എങ്കി ഞാനൊരു കാര്യം പറയട്ടെ. എന്താ? അതെ, ചേച്ചി വിളിച്ച് എന്നെ ഒരു ഡ്യൂട്ടി ഏൽപ്പിച്ചു. നാളെ രാവിലെ കൃത്യം 9 മണിയാവുമ്പോ കുളിച്ചൊരുങ്ങി സുന്ദരിയായി ഇരുന്നോളാൻ ആന്റിയോട് പറയണോന്ന്. എന്തിന്? എവിടെ പോവാൻ? അത് തന്നെയാണ് ചേച്ചിയും പറഞ്ഞത്. ആന്റിക്ക് ആ ഡേറ്റ് ഒന്നും ഓർമ്മ കാണില്ല. ഇതെങ്ങനെ നിധിക്കറിയാം? ഞാൻ ഇതുവരെ നിധിയോട് ഒരു അക്ഷരം പറഞ്ഞിട്ടില്ലല്ലോ. എന്താ ആലോചിക്കുന്നത്? ഡേറ്റ് ആലോചിച്ച് നോക്കിയാണോ? അല്ല. നിധി ചേച്ചിക്ക് ഇങ്ങനെ ഒരു ഗുണമുണ്ട്. ആശുപത്രിയിൽ ചെക്കപ്പിന് പോകേണ്ട ഡേറ്റ് ഒക്കെ ആരോർത്തില്ലെങ്കിലും ചേച്ചി ഓർത്തിരിക്കും. നാളെ ആന്റിയുടെ ചെക്കപ്പ് ഡേറ്റാ. ചേച്ചിക്ക് പക്ഷെ വരാനും പറ്റില്ല. ആ ഡ്യൂട്ടി ചേച്ചി എനിക്ക് ഹാൻഡ് ഓവർ ചെയ്തു. ഞാനാണ് നാളെ ചെക്കപ്പിന് കൊണ്ടുപോകാൻ പോകുന്നത്. സൂക്ഷിച്ച് വന്നോണം എൻ്റെ കൂടെ. എങ്കിലേ ഞാൻ വരുന്നില്ല. അയ്യോ, ചതിക്കല്ലേ. എന്തെങ്കിലും കാരണം പറഞ്ഞ ആന്റി ചെക്കപ്പിന് വരാതിരുന്നാലേ ചേച്ചിയുടെ വായിലിരിക്കുന്നത് മൊത്തം ഞാൻ കേൾക്കേണ്ടി വരും. പ്ലീസ് ആന്റി, രാവിലെ റെഡി ആയിരിക്കണേ. നമുക്ക് പോയിട്ട് വരാം. ജ്യൂസൊക്കെ വാങ്ങിച്ചു തരാം കേട്ടോ. അതല്ലട മോനെ, നാളെ എനിക്ക് വളരെ വിശേഷപ്പെട്ടൊരു ദിവസമാ. വിശേഷപ്പെട്ട ദിവസോ? എന്താ അത്? ആന്റിയുടെ ബർത്ത്ഡേ മറ്റോ ആണോ? അത് തന്നെ. ദൈവമേ, ഞാൻ വെറുതെ ഒന്ന് ഗസ് ചെയ്തതാ. സത്യമായിട്ട് നാളെ പിറന്നാളാണോ? അതേടാ, നാളെ എന്റെ പിറന്നാൾ ദിവസമാ. 10-30 വർഷമായിട്ട് ഈ ഒരു ദിവസം ഓർക്കാൻ പോലും എനിക്കിഷ്ടമല്ലായിരുന്നു. ഇതെന്റെ മോനെ തിരിച്ചു കിട്ടിയതിന് ശേഷമുള്ള ആദ്യത്തെ പിറന്നാളാ. ആ ദിവസം ആശുപത്രിയും ചികിത്സയും ഒന്നും പാടില്ല. ഒരാഗ്രഹമുണ്ട്, രാവിലെ ഒന്ന് അമ്പലത്തിൽ പോണം, പ്രാർത്ഥിക്കണം.